കമലഹാസനെ ഏതൊരു പടത്തിൽ ചെയ്ത പോലെ മറ്റേ കുരങ്ങായിട്ട് അഭിനയിച്ചു, ചാട് വീണ അഭിനയിച്ചു, ഒരു രക്ഷയില്ല. പാർവതിയുടെ കണ്ണുകൾക്കൊരു സ്പെഷ്യൽ ഒരു അട്രാക്ഷനുണ്ട്. ബാബു ആൻ്റണി ചെയ്ത രാജാവിൻ്റെ വേഷം ആദ്യം MTയും ഭരതറ്റും കൂടി തീരുമാനിച്ചത് എന്നെയാണ്. ഒരു സിംഹത്തിന്റെ കൂട്ടിച്ചെന്ന് പെടുക എന്ന് പറയുന്ന പോലെ ആയിരിക്കണമല്ലോ. ജോഷേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്നത് ഭയങ്കര ടെൻഷനാണ്. 25 ലക്ഷം രൂപ പിന്നെയും അപ്പാർട്ട് ഫ്രം യു ഓൾറെഡി പെയ്ഡ്, അദ്ദേഹം പിന്നെയും വന്ന് 25 ലക്ഷം കൂടി അമ്മയ്ക്ക് കൊടുത്തു. അത് ആര് ചെയ്യും? യെസ്, സസ്പെൻഡ് ഹിം. നമ്മൾ ചെയ്തത് ഓൺ ദി സ്പോട്ട് ഡിസ്മിസ് ചെയ്തു. ദാറ്റ് ഇസ് എ ക്രൈം. വലിയൊരു ഒരു റീബർത്താണ് മമ്മൂട്ടിയുടെ. നോട്ട് കമ്പാരിറ്റീവ്ലി, ഹീ കനോട്ട് ബി റീപ്ലേസ്ഡ്. അയാൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എനിക്കില്ല. സാർ, അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ സാറിന് എങ്ങനെ ചെയ്യാൻ ധൈര്യം വന്നേ? എനിക്കൊന്നും അറിയില്ല. എന്തിനാണ് എന്നെ എൻ്റെ ക്യാരക്ടർ അറിയില്ല, കഥ അറിയില്ല, ഒന്നും അറിയില്ല. മനസ്സുകൊണ്ടെങ്കിലും പ്രണയിക്കാത്ത ഒരു ജീവനും ലോകത്തിലില്ല. വെൽക്കം ടു റീൽ ടു റിയൽ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എ ട്രൂലി സ്പെഷ്യൽ ഗസ്റ്റാണ്. ആഭിജാത്യം, ആഢ്യത്വം, നടന വൈഭവം, സൗന്ദര്യം, ഇതൊക്കെ കൊണ്ട് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു യൂത്ത് ഫിഗർ കീപ്പ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ ഗണത്തിൽപ്പെട്ട ഒരു കിടിലം ആക്ടറാണ് ദേവൻ ശ്രീനിവാസൻ. നമുക്ക് കുറച്ചുകൂടെ അറിയപ്പെടുന്നത് ദേവൻ സാർ എന്നാണ്. ഹലോ സർ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്, വെൽക്കം. പിന്നെ ഭയങ്കരമായ ഒരു ഇൻട്രഡക്ഷൻ, ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ സർ. ഹൃദയത്തിനകത്ത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫിലിംസ് ചെയ്തൊരു കാലഘട്ടം, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സാറ് ഒന്ന് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഭരതൻ സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ സാറിനെ കണ്ടെത്തി ശരിക്കും ഇപ്പോഴും ആ മിന്നാമിനിങ്ങിൻ്റെ ആ പാട്ടുണ്ടല്ലോ, പാട്ടിങ്ങനെ പ്രണയ സോങ് ഉണ്ടല്ലോ, അതിലെ ലിറിക്സും അതിൻ്റെ ആ ഒരു മ്യൂസിക്കും ഒക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രണയം വരുമ്പോൾ ഞങ്ങളത് ഒരാളിങ്ങനെ തീപ്പെട്ടി കത്തിച്ച് ഇങ്ങനെ ഫേസിലേക്ക് ഇങ്ങനെ കാണിക്കും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ കെറിവിച്ച് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കൈകെട്ടി നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം പ്രണയം എപ്പോഴും ഒരുപോലെയാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവം. അപ്പോൾ സാർ അങ്ങനെ ഒരു ജനറേഷനിൽ സാറ് തുടക്കം കുറിക്കാൻ പറ്റിയത് എങ്ങനെ നോക്കി കാണുന്നു, എങ്ങനെ ഓർത്തെടുക്കണം? അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്, അന്നും ഇന്നും എന്നും. കാരണം എന്ന് വെച്ചാൽ അന്നൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഞാൻ മിന്നാമിനിങ്ങനെ തുടങ്ങോട്ടും അഭിനയിക്കാൻ പറ്റുന്നത് ഞാൻ നായർ സാബ് എന്ന പടത്തിന് ശേഷമാണ്. കാശ്മീരിൽ ഞാൻ ഭയങ്കര വില്ലനായിട്ട് അഭിനയിച്ച നായർ സാബിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നേരെ വന്ന് ആലുവയിലാണ് നമ്മുടെ മിന്നാമിനിങ്ങനെ തുറകോട്ടം ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റാണ് എനിക്ക്. ഈ മിന്നാമിനിങ്ങനെ തുറങ്കോട്ടം സിനിമ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫിസ്റ്റിക്കേറ്റഡ് മാൻ. വേറസ് അവിടെ ഉണ്ടായ സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെറിഫിക്കലി ക്രൂവൽ പേഴ്സൺ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വന്നിട്ട്, അപ്പോൾ ഇവിടെ വന്ന ശേഷം ഭരതേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും, അപ്പോൾ ഞാൻ അന്ന് ഒരു ന്യൂ ഫേസ് പോലെയായിരുന്നു. ഞാൻ അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ വന്ന സമയത്താണ്. അപ്പോൾ ഒരു സീനങ്ങോട്ട് കഴിയുമ്പോൾ എനിക്കൊരു സംശയം ശരിയായോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കും, ചേട്ടാ ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, നീ എന്തുട്ടുണ്ട് ഈ പറഞ്ഞേ, അത് നീ ഇപ്പം ചെയ്തില്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടാ, ഇത് ചെയ്തില്ലേ അതുപോലെ ചെയ്താൽ മതി, ഒന്നും നീ പേടിക്കണ്ട, എന്താണ് ചേട്ടൻ പറയുന്നത് നമ്മുടെ അടുത്ത്, മനസ്സിലല്ലേ? അപ്പോൾ നമുക്ക് വലിയൊരു ഇത് കിട്ടും, വലിയൊരു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു വരവും ഇങ്ങനത്തെ ഒരു, അത് ഏറ്റവും ഭാഗ്യം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റിൽ നമ്മൾ വരുന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ സംവിധായകന്മാർ, റൈറ്റേഴ്സ്, ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മളെ. വലിയൊരു, ഞാനിപ്പോഴും അത് വസ്തുതയിൽ ഇപ്പം മാം പറഞ്ഞല്ലോ, ആ സോങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ സോങ്ങിനെ പറ്റി പറയുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഭരതൻ ടച്ച് ഉണ്ട് അതിനകത്ത്. ദർ ഇസ് എ ടച്ച്. അത് സാധാരണ ഒരു സംവിധായകന് ഒരു ടച്ച് ഉണ്ടാവാറില്ല. ഈ ടച്ച് ഉണ്ടാവുന്ന ഡയറക്ഷൻ വളരെ വിരളമാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞല്ലോ മെല്ലെ മെല്ലെ എന്നുള്ള എൻ്റെ ഷൂട്ടിങ് ആലുവ പുഴയുടെ തീരത്തും അതിനകത്ത് കുളിച്ച് എടുത്തതാണ്. അപ്പോൾ ഞാനും പാർവതിയും കൂടി ഇരുന്നിട്ട് ഒരു സ്റ്റെപ്പിലിരുന്നിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ചെടികളിങ്ങനെ കുറ്റി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അതിങ്ങനെ മാറ്റുന്നൊരു സീനുണ്ടായിരുന്നു. അതൊക്കെ ഭരതേട്ടൻ്റെ ചില ഒരു സിമ്പിൾ, അതായത് ഒരു പ്രണയത്തിൻ്റെ ഒരു സിമ്പിളൊക്കെ ആയിട്ട്
വളരെ സോഫ്റ്റ്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് ചങ്ങളാക്കുന്നു. അപ്പം ഞങ്ങളുടെ നോട്ടങ്ങൾ, ഈ പ്രണയം വരുന്നത് കണ്ണുകൾ തമ്മിലുള്ള ഇടയം എന്നുള്ളതാണ്. അപ്പോൾ അത് എപ്പോഴും പിന്നെ ഭരതേട്ടൻ പറയുന്നത് വെച്ചാൽ കണ്ണുകളാണ് നിനക്ക് വേണ്ടത്, കണ്ണിലാണ് പ്രണയം വേണ്ടത്. ഈ പ്രണയം അപ്പോൾ നീ മേരകനെ പ്രണയിക്കണ മാതിരി അങ്ങോട്ട് അഭിനയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ് കെമിസ്ട്രി. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ടച്ചസ്, ഭരതേട്ടൻ്റെ ടച്ചസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആ പാട്ടിനെ. ഈ നമ്മളൊരു വഞ്ചിയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്ന സീനുകൾ ടോപ്പ് ആംഗിളാണ്. അത് ആലോ പാലത്തിൻ്റെ മേലെ നിന്നാണ് ക്യാമറ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും എന്താ അറിയും, ഇപ്പോൾ ഞാൻ ഏത് മീറ്റിങ്ങിന് പോയാലും, ഇപ്പോൾ രാഷ്ട്രീയ മീറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ് ആയാലും ശരി, ഞാൻ എൻ്റർ ചെയ്താൽ ഉടനെ ഈ പാട്ട് വയ്ക്കും, മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വാസ്തവത്തിലൊരു കോരിത്തെരുപ്പാണ് പറഞ്ഞല്ലേ, അത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒട്ടിക്കെടുക്കുന്ന ഒരു അനുഭവമാണിത്. ഓക്കെ, അതിൻ്റെ സെറ്റിൽ അല്ലെങ്കിൽ ഭരതൻ സാറായിട്ടുള്ള വേറെ ഏതെങ്കിലും ലൈഫിൻ്റെ മറ്റ് മുഹൂർത്തത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന, അത് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സാറിനൊരു മൊമെൻ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ ഭരതൻ സാറുമായിട്ട്? വളരെ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം? ഉണ്ട്. അതായത് ഭരതേട്ടൻ്റെ മറ്റൊരു പടമായിരുന്നു വൈശാലി. അപ്പോൾ വൈശാലിയിൽ ആ രാജാവായിട്ട് നമ്മുടെ ബാബു ആൻ്റണി ചെയ്ത രാജാവിൻ്റെ വേഷം ആദ്യം MTയും ഭരതേട്ടൻ കൂടി തീരുമാനിച്ചത് എന്നെയാണ്. അവരെന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഭരതേട്ടനെ കണ്ടു, ചെന്നൈയിലുള്ള വീട്ടിൽ കണ്ട് സംസാരിച്ചു. അപ്പോൾ മുമ്പരിങ്ങനെ വരച്ചിട്ടുണ്ട്, ആ ക്യാരക്ടറിൻ്റെ ഒരു ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാടാ നീ ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ. അപ്പോൾ മാലക്കിട്ട് ഉടുമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ അന്തം വിട്ടു, ഈശ്വര അത് വലിയ സംഭവമാണല്ലോ. അങ്ങനെ ഭയങ്കര മോഹിച്ചിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൽ ഒരു ആഴ്ച മുമ്പ് ഞാൻ വേറൊരു സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്നുകൊണ്ട് സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്റ്റണ്ടിൽ ഞാനൊരു ബൈക്കൊക്കെ ഓടിച്ച് പോകുന്ന ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു, ഒരു സ്റ്റണ്ട് ആക്ഷൻ. അപ്പോൾ ഞാനൊക്കെ നമ്മൾ ഡ്യൂപ്പില്ലാണ്ടൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സ്ഥലത്ത് സ്ലിപ്പ് ചെയ്ത് ഇത് മറിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു ഇത് വന്നു, ഇഞ്ചുറി വന്നിട്ട് നോക്കിയപ്പോൾ ഈ സിനിമയിൽ രാജാവ് ഇവിടെയൊക്കെ ബെയർ ബോഡി ഉണ്ടല്ലോ, ഇവിടെ ഒരു ഷോൾ മാത്രമേ ഇടാറുള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഞാനിങ്ങനെ ബാൻഡേജ് ഇട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഐ ലോസ്റ്റ് ദാറ്റ് ചാൻസ്. അത് വലിയൊരു നഷ്ടമായിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓക്കെ, പാർവതി മാമായിട്ടുള്ള അഭിനയത്തിന് നമ്മുടെ എസ്പെഷ്യലി ആ പാട്ട് തന്നെ മെല്ലെ മെല്ലെ എടുത്തു കഴിഞ്ഞാൽ കണ്ണുകൾ മാഡത്തിൻ്റെ, ഞാനിനി പ്രത്യേകം പറയേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണുകളാണ്. ആ കണ്ണിൽ തന്നെ നോക്കി ഇന്ന് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ കൂടിയും ആ ഒരു കണ്ണുകൾ നോക്കി അഭിനയിക്കണമെന്ന് ഭരതൻ സാർ ഓൾറെഡി പറഞ്ഞു എന്നും പറഞ്ഞു. അപ്പോൾ ആ ഒരു കെമിസ്ട്രി എത്രത്തോളം, സാർ ഒരു ഓൾമോസ്റ്റ് ഒരു ഫ്രഷറിനെ പോലെയാണ്, ടെററായിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്തിട്ട് സോഫ്റ്റ് ഫീലിങ്സ് ചെയ്യാവുന്ന ഒരാളാണ്. അപ്പോൾ എത്രത്തോളം സാറിന് ആ ഒരു ആപ്രിഹെൻഷൻ, പണ്ട് നമ്മുടെ നവ്യയുടെ മുമ്പിൽ പൃഥ്വിരാജ് ഇങ്ങനെ പേടിച്ച് കുറച്ച് നേരം നിന്ന് എന്ന് പറയുന്ന പോലെ, അപ്പോൾ സാറിന് എത്രത്തോളം ആ ഒരു അപ്രിഹെൻഷൻ, അങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു ആ മാമുമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് പാർവതി? അല്ല, അന്ന് എനിക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല, അങ്ങനെ ഒരു ടെൻഷനൊന്നും ഫീൽ ചെയ്തില്ല. എനിക്കെന്ന് വെച്ചാൽ ഈ പ്രണയം എങ്ങനെ അഭിനയിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഭരതേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണുകളെ നോക്കി ഇരുന്നാൽ തന്നെ വരും പ്രണയം എന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു. അപ്പോൾ അതുപോലെ ഈ പാർവതിയുടെ കണ്ണുകൾക്കൊരു സ്പെഷ്യൽ ഒരു അട്രാക്ഷനുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ആ വലിയ കണ്ണുകളാണ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ കെമിസ്ട്രി ഉണ്ടായത് അങ്ങനെയാണ്. കണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. എനിക്കും അത് പാർവതിക്കും അത് ആ ഒരു സംഗതികൾ അവിടെ വർക്കൗട്ട് ആയി എന്നാണ് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ ഒരു വർക്കൗട്ട് ഉണ്ട് ആ പാട്ടിൽ തന്നെ. ഇത് വെച്ചിട്ട് ഇത് കൊണ്ടുവരുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ണുകളിലൂടെയാണ് ഇത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടായി എന്നുള്ളതാണ്. എപ്പോഴും ആ നായകനും നായികയും തമ്മിൽ ആ കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത്. റൈറ്റ്. ഓക്കെ, സാർ ഇത്രയും ഹാൻഡ്സമാണ്. ഇപ്പോൾ റിയൽ ലൈഫിൽ സാറിന് എത്രത്തോളം പ്രപ്പോസൽസ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്? റിയൽ ലൈഫിലെ പ്രണയം അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസസ്
ഇത് ലൈഫിലെ പ്രണയം എൻ്റെ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞത് അത് ഇല്ലാത്തവരാരില്ലല്ലോ. ഫസ്റ്റ് ലവ് ഇല്ലാത്ത ഒരു മനുഷ്യനെ ഇല്ലാന്ന് വിശ്വസിക്കുന്നതിനാണ്. അതായത് MTയുടെ ഒരു ഡയലോഗുണ്ട്, മനസ്സുകൊണ്ടെങ്കിലും പ്രണയിക്കാത്ത ഒരു ജീവനും ലോകത്തിലില്ല. മനസ്സുകൊണ്ടെങ്കിലും പ്രണയിക്കുക, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോളേജ് ലൈഫിൽ. എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ചെറിയ വയസ്സിൽ തന്നെ ഇതുണ്ടായിരുന്നു. ആ സമയത്ത് കോളേജിൽ വെച്ചിട്ടുള്ള ഒരു കോളേജിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഒരു സെൻറ്റ് മേരീസ് കോളേജാണ്, ഞങ്ങളുടെ സെയിൻറ്റ് തോമസ് കോളേജാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവരൊക്കെ പോവുക, ഈ കുട്ടികളൊക്കെ പോവുക. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു ടീമുണ്ടായിരുന്നു. ആ സമയത്ത് അറിയാമല്ലോ അടിച്ചുപൊളി പരിപാടികളായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പണ്ടൊക്കെ ഒരു വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷ ഓർമ്മയുണ്ടാവില്ല, അതൊക്കെ ഫെയ്ഡ് ഔട്ട് ചെയ്ത കാലഘട്ടമാണ്. പക്ഷെ അന്ന് ഈ കുട്ടിയുടെ വീട്ടുകാർക്കൊരു റിക്ഷയുണ്ട്, അത് ഇങ്ങനെ ഒരാൾ വലിച്ചിട്ട് പോകണം, റിക്ഷയ്ക്കകത്തിരിക്കും കുട്ടി. എല്ലാവരും നടന്നു പോകുമ്പോൾ ഈ കുട്ടി ഒരു കുട്ടി റിക്ഷയിലിരിക്കുന്നു. റിക്ഷ ഇതേപോലെ സീറ്റാണല്ലോ, അവിടെ ഇരുന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ബുക്സൊക്കെ ഉണ്ട്, ഈ കുട്ടികളുടെ ബുക്സ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇവിടേക്ക് ബുക്സ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. അപ്പോൾ ഞങ്ങൾ പഠിച്ച പണി എല്ലാം കാണിക്കും, എങ്ങനെയെങ്കിലും ഒരു അട്രാക്ഷൻ. എന്ത് ഞങ്ങളിപ്പോൾ കമലഹാസനെ ഏതൊരു പടത്തിൽ ചെയ്ത പോലെ മറ്റേ കുരങ്ങായിട്ട് അഭിനയിച്ചു, ചാട് വീടാൻ വെച്ചു, ഒരു രക്ഷയില്ല വരും. അപ്പോൾ എല്ലാ ദിവസവും ഈ കുട്ടി ഒരു ചുവന്ന റോസാപുഷ്പം എല്ലാ ദിവസവും ഉണ്ടാവും. അത് ഇപ്പോഴും ചുവന്ന പുഷ്പങ്ങളായിരിക്കും. ഞങ്ങളെല്ലാവരും അവിടെ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായി. അപ്പോൾ ഞങ്ങളൊക്കെ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം, അവളുടെ റോസാപ്പൂവ് എടുക്കുന്നവന് 50 രൂപ സമ്മാനം. ബെറ്റ് അടിച്ചു. അന്നൊന്നും 50 രൂപ എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റില്ല. 50 രൂപ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും പേടിച്ചു നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നല്ല സുന്ദരി പെണ്ണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെടുക്കാം പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം എൻ്റെ ഒരു സൈക്കിളില്ല, എൻ്റെ ഫ്രണ്ടിനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ വാങ്ങി ഇവളിങ്ങനെ ഈ റിക്ഷാവണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് പാരലായിട്ട് റിക്ഷാവണ്ടി ഇങ്ങനെ പോകുന്നു, ഞാനിങ്ങനെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് വന്നു, പേരലാണ്. അപ്പോൾ ഇവളിങ്ങനെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ എടുത്തു, അവളുടെ ഈ പൂവെടുത്ത ഉടനെ ഞാൻ സൈക്കിൾ എടുത്തിട്ട് ഒറ്റ വിടല. കാരണം അവിടെ എന്ത് സംഭവിക്കാൻ എന്തോ ഞാൻ പറ്റില്ല, അവിടെ നിന്നില്ല, ഒറ്റ വിടല. അങ്ങ് ഉടനെ അങ്ങ് പോയി. അത് കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഫുട്ബോൾ ടീമിൽ ഞാനുണ്ട്, കോളേജ് ടീമിൽ. അപ്പോൾ അന്ന് തോപ്പ് സ്റ്റേഡിയത്തിൽ എല്ലാ ദിവസം നമ്മൾ ഈവനിങ് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആസ് യൂഷ്വൽ ഞാൻ അവിടെ പോയി കൂടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു. ഒരു 6-6 മണിയായപ്പോഴേക്കും പ്രാക്ടീസ് കഴിഞ്ഞു. അപ്പം ഇരുട്ടിക്കൊണ്ടിരിക്കുക, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഗാലറി ഇങ്ങനെ വലിയ ഗാലറിയാണ്. ഞാൻ ഇറങ്ങി ഇതൊക്കെ അഴിച്ചു വെച്ച് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു സൈക്കിൾ എടുത്തിട്ട് ആ ഗാലറിയുടെ ഇടയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. കുറച്ച് പോയപ്പോഴേക്കും 2 പേര് മുമ്പിൽ നിൽക്കുന്നു. നോക്കിയപ്പോൾ അവരെന്നെ തടയുകയാണ്. എനിക്ക് മനസ്സിലായി അവർ തടഞ്ഞു നിൽക്കാൻ എനിക്ക് വേറെ പോകാൻ വഴിയില്ല. അവർ 2 പേരും നിൽക്കുന്നു. പെട്ടെന്ന് എനിക്ക് അത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവർ 2 പേരും കൂടി അടി തുടങ്ങി എന്നെ. സൈക്കിളിട്ട് വലിച്ചെറിഞ്ഞ് എന്നെ അടിച്ചു, ഞാൻ താഴെ വീഴുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇതിൻ്റെ റിയാക്ഷൻ. കാലത്ത് റിയാക്ട് ചെയ്തില്ല ആരും, ഇപ്പോൾ റിയാക്ട് ചെയ്ത് വൈകുന്നേരമാണ്. അങ്ങനെ കുറേ അടിയും കൊണ്ട് ഞാൻ അങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് ഓടി രക്ഷപ്പെട്ടു. അവിടെ രക്ഷപ്പെട്ടു. നേരെ അവിടെ കോസ്മോപൊളിറ്റൻ ഇതുണ്ട്, ഞങ്ങളുടെ ഇതുണ്ടല്ലോ, എന്താ പറയാൻ, ഹോസ്റ്റലുണ്ട്. അവിടെയാണ് നമ്മുടെ ക്യാമ്പ്. ഞാനവിടെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ക്യാമ്പ് മുഴുവനും ഈ എല്ലാവരും കൂടിയിട്ടുള്ള പരിപാടി ഹോസ്റ്റലിലാണ്. അവിടെ ഞാൻ നേരെ ചെന്നു. അതിങ്ങനെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ അവരെല്ലാം കണ്ടിട്ട് എന്ത് പറ്റിയാലും നിനക്ക് പറ്റും. ഞാൻ
പറഞ്ഞു ഇങ്ങനെ ഒരു അപ്പം വീണതിൻ്റെ ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവൻ ആകെ പ്രശ്നം, ആൾക്കാരൊക്കെ വന്ന് അവരൊക്കെ വന്ന് നമുക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് നമ്മുടെ കാലത്ത് റോസപ്പുഷ്പ്പെടുത്തില്ലേ അവളുടെ ആങ്ങളമാരാണ് ഇത് എന്നെ അടിച്ചടാ. ഉടനെ എല്ലാവരും കൂടി ഇപ്പം തന്നെ പോകണം വീട്ടിൽ, അവർ വീട്ടിൽ പോയി അവനെ വലിച്ചിറക്കി അടിച്ച് പോകണം. ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ എല്ലാവരും കൂടി ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിൽക്ക്, സ്റ്റോപ്പ്, എല്ലാവരും നിന്ന്, ഇപ്പം വേണ്ട, നമുക്ക് ഞാൻ ഒന്നും ആലോചിക്കട്ടെ എന്ത് റിയാക്ട് ചെയ്യണമെന്ന് പിന്നെ ആലോചിക്കാം. അങ്ങനെ നെക്സ്റ്റ് ഡേ സീൻ നമ്പർ 2 രാവിലെ കോളേജ് നിൽക്കുന്നു. ഒരു 8-8:30 ഈ കുട്ടി വരാം, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനൊരു എൻ്റെ ഫ്രണ്ട് സൈക്കിൾ ചവിട്ടുന്നു. ഈ സൈക്കിളിൻ്റെ പിന്നിൽ എൻ്റെ ഇവിടെ ഒരു ബാൻഡേജ് കിട്ടി, കയ്യിലൊരു ബാൻഡേജ്, കാലിലൊരു ബാൻഡേജ് കിട്ടിട്ട് അവശ നിലയിൽ ഇങ്ങനെ ഞാൻ പോവാണ്, ഇവരങ്ങ് ചവിട്ടി പോവാണ്. അപ്പോൾ അവളവിടെ നിന്ന് വരികയാണ്. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് നോക്കിക്കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ചെന്ന് കുറച്ച് അടുത്തെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കണം. ഇവൾക്ക് ആകെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ചേട്ടന്മാരെ അടിച്ചിട്ടുള്ള എന്താ അവർക്കറിയാമല്ലോ. ആദ്യത്തെ കണ്ണുകൾ തമ്മിൽ, ഇത് കണ്ണിൻ്റെ കാര്യം പറയണം, ഫസ്റ്റ് കണ്ണുകൾ തമ്മിൽ ടക്ക് അടിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മിന്നലൊക്കെ തോന്നി, ടക്ക് മിന്നൽ. അങ്ങനെ അത് വലിയൊരു പ്രണയമായിട്ട് അങ്ങ് മാറി. അതാണ് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലവ് അത് വെക്കുന്നത് അതൊരു മറ്റേ ഒരു ഫെയിൽഡ് ലവ് അഫെയർ ആയിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി, എല്ലാം പോയി. അത് പിന്നെ ഈ സംഭവം വർഷങ്ങൾക്ക് ശേഷം ഞാൻ രജനി സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്തിരുന്നു, ഭാഷ. ഞാൻ വലിയനായിട്ട് വിളിച്ച പടം. ഭാഷയുടെ അതിൻ്റെ ഒരു പോർഷൻ ഓഫ് ഷൂട്ടിങ് ബോംബെ വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ബോംബെ വെച്ചിട്ട് സമയത്ത് ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ ഞാനും രജനി സാറായിട്ടുള്ള കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് കഴിയാറായപ്പോൾ രജനി സാർ തന്നെ പറഞ്ഞു നമുക്ക് നൈറ്റിൽ ചേർന്ന് സാപ്പിടലാമാ. അப்புறம் சரி சாப்பிடுங்க, நீங்கள் வாங்க சாப்பிடலாம், ഡിന്നർ നമ്മൾ കൂടെ സാപ്പിടலாம். ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സാധാരണ നമ്മുടെ ഹീറോസൊക്കെ പറയാറുണ്ട്, ഈവനിങ് ആകുമ്പോഴേക്കും റൂമിൽ വരുന്നു നമുക്കൊന്നും ഒരുമിച്ച് പോകാം. അത് വെറുതെ പറയുന്നതാണ്. നമ്മൾ പോയാൽ അവർ വേറെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പോകാറില്ല അങ്ങനെ. ഇതുപോലെ തന്നെയായിരിക്കും രജനി സാർ എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നത്. ഞാൻ പോയില്ല. ഞാൻ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഏതാണ്ട് 10 മണിയൊക്കെ കഴിഞ്ഞു. 10 മണിയായ സമയത്ത് ഞാൻ റിസപ്ഷനിൽ പോയി എൻ്റെ കീ വാങ്ങിയപ്പോൾ ആ കീയോടൊപ്പം തന്നെ ഒരു ഇത്ര കെട്ടിന് മെസ്സേജസ് നോക്കിയപ്പോൾ 8:30 രജനി സാർസ് കോൾഡ്, 8:45 രജനി സാർ കോൾഡ്. അങ്ങനെ 15 മിനിറ്റ് വെച്ച് 15 മിനിറ്റിനുള്ളിൽ ഇദ്ദേഹം 10 മണി വരെ ഇങ്ങനെ ഒരു ഇത്ര തിക്കായിട്ടുള്ള കുറേ മെസ്സേജസാണ്. ഞാൻ അന്തം വിട്ടുപോയി. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ ഓടി എൻ്റെ ബാഗ് വെച്ച് അപ്പോൾ അടുത്തടുത്ത റൂമാണ്. എൻ്റെ റൂമും ഹോളിഡേ ഇന്നില്ലാന്ന് തോന്നുന്നു. എൻ്റെ റൂമും മധ്യത്തെ റൂമും അടുത്തടുത്ത റൂമാണ്. അങ്ങനെ എൻ്റെ വെച്ചിട്ട് ഞാൻ ഉടനെ നോക്ക് ചെയ്തു. വാതിൽ തുറന്നു. അപ്പോൾ സുന്ദരനായ ഒരു ഫിഗർ. അപ്പോൾ രജനീകാന്തിനെ അറിയാമല്ലോ, ആ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്നത്, മുടിയൊക്കെ വെച്ചിട്ട് ഭസ്മം വൈറ്റ് ആൻഡ് വൈറ്റ് കൊടുത്തിട്ട് ഇട്ട് സ്മാർട്ടായിട്ട് നിൽക്കണം. ഞാൻ പറഞ്ഞു സോറി എന്നാ സാർ, പരവായില്ല വാങ്ങ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ ഇതേപോലെ ഒരു ടീപ്പോ വെച്ചിട്ടുണ്ട്. ആ ടീപ്പോയിൽ ഒരു ഫുൾ ബോട്ടിൽ അൺഓപ്പൺഡ്, 2 ഗ്ലാസ് കാഷ്യൂ നട്ട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബോട്ടിലെടുത്ത് ഓക്കെ ഞാൻ പറഞ്ഞു സാറ് ഞാൻ ഉപയോഗിക്കാറില്ല എന്നാണ്. അപ്പോൾ ഓക്കെ നോ ക്യാൻ ഐ ഡു ഇറ്റ്, ഓക്കെ യു ഡു ഇറ്റ്. അങ്ങനെ അദ്ദേഹം ഓരോന്നോ അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-12 മണിയായി കാണും. അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ പെട്ടെന്ന്
ഈ പ്രണയത്തിനെ പറ്റിയിട്ടുള്ള ഒരു സംഗതി വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ദേവൻ സാർ உங்களுக்கு ഫസ്റ്റ് ലവ് இருக்கா? ഞാൻ പറഞ്ഞു ആർക്കില്ല, എല്ലാവർക്കും ഇരിക്കില്ല ഫസ്റ്റ് ലവ്. உங்களுக்கு இருக்கா സാർ? എനിക്ക് ഇരിക്കാം. അപ്പോഴാണ് ഒരു സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു, ദേവൻ ഉങ്ക ലവ് സ്റ്റോറി ചൊല്ലുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ സംഭവം അവിടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിന് ഉണ്ടോ ലവ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇരിക്കാം, എനിക്ക് ഇരിക്കുന്നു. അപ്പോൾ അന്നാണ് രജനീകാന്ത് ആദ്യമായിട്ട് ഈ ലവ് അഫെയറിനെ പറ്റി പറയുന്ന ഒരേ ഒരാൾ ഞാൻ ഫസ്റ്റ് എന്നോട് പറഞ്ഞത്. ഒരു വണ്ടർഫുൾ സ്റ്റോറിയാണത്. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു, പല പല ചാനലിലൊക്കെ വന്നു കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കണക്ട് ചെയ്യായിരുന്നു ഞാൻ. പിന്നെ പിന്നീട് ഒരിക്കലും കാണേണ്ടിയൊന്നും വന്നിട്ടില്ല, കണ്ടുമുട്ടേണ്ടി വന്നിട്ടില്ല ഒരിടത്തും വെച്ചിട്ടല്ലേ? ഇല്ല, അവരെ അന്നത്തെ ഇല്ല ലാസ്റ്റ് ഇതായിരുന്നു. ഓക്കെ സാർ, അങ്ങനെ പതുക്കെ പതുക്കെ സാറ് ഇങ്ങനെ റൊമാൻറ്റിക് അല്ലെങ്കിൽ വില്ലൻ ഇങ്ങനെ മാറി 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 അഭിനയിച്ചു വരികയാണ്. അപ്പോൾ അതിനിടയിൽ സംഭവിച്ച ഒരു വലിയ അത്ഭുതമാണ് സാർ ഇപ്പോൾ പറഞ്ഞ പോലെ രജനി സാറിൻ്റെ ഫിലിം. അപ്പോൾ ഭാഷ എന്നൊരു അതിലേക്ക് സാർ എങ്ങനെ ഇന്നാവുന്നത്? ശരിക്കും സാറിനെ തന്നെ വേണമെന്ന്, സാറിന് നമുക്ക് വേറൊരാളെ നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റില്ല സാറിൻ്റെ ക്യാരക്ടറിൽ. അങ്ങനെ അത്രയും അങ്ങ് അതെന്താ എങ്ങനെ വെച്ചാൽ, ഞാൻ എൻ്റെ തേർഡ് ഫിലിമാണ്, തമിഴിൽ തേർഡ് ഫിലിമാണ് ഭാഷ. എൻ്റെ ഫസ്റ്റ് ഫിലിം അർജുൻ സാറിൻ്റെ കൂടെയാണ്. അത് പ്രതാപ് എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ അർജുൻ സാറിൻ്റെ ഹീറോ, ഹി വാസ് ഡയറക്ടർ ഓഫ് ദി ഫിലിം. ആ സിനിമ കഴിഞ്ഞു, അത് ഭയങ്കര ഹിറ്റായി. അടുത്ത പടം വിജയകാന്ത് ആയിട്ടുള്ള ഓണസ്റ്റ് രാജ് പടമുണ്ട്. അതിലെൻ്റെ ക്യാരക്ടർ ഭയങ്കര ക്യാരക്ടറാണ്. ഞാൻ ഇതേവരെ ചെയ്യാത്ത അത്രയും ടെറിഫിക് വണ്ടർഫുൾ ക്യാരക്ടറാണ്. നായകനും എല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്ന സ്ക്രിപ്റ്റാണ്. അത്രയും ഗംഭീര പടം. ആ സിനിമ രജനി സാർ കണ്ടു. ഈ ഓണസ്റ്റ് രാജിൽ എൻ്റെ വരദരാജൻ എന്ന് പറഞ്ഞൊരു ടെറിഫിക് ക്യാരക്ടറാണ്. അത് കണ്ടതിന് ശേഷമാണ് രജനീകാന്ത് സുരേഷ് കൃഷ്ണ, അപ്പോൾ അവർ ഭാഷ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സുരേഷ് കൃഷ്ണ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആണ് എന്നെ അങ്ങനെയാണ് എൻട്രി അദ്ദേഹത്തിൻ്റെ ഫിലിമിലേക്ക്. ഓക്കെ സാർ, ഞാൻ ഒന്ന് രണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം സാർ, അത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. സർ, സൈലൻസ് ഇസ് ദ ബെസ്റ്റ് വെപ്പൺ എന്ന് സാറ് പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ. അത് എത്രത്തോളം ശക്തമായിട്ട് ഇപ്പോഴും പറയുന്നു? ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, സൈലൻസ് ഇസ് ദ ബെസ്റ്റ് വെപ്പൺ. കാരണം നമ്മൾ ഒച്ച വെച്ചുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. അപ്പോൾ സൈലൻസിൽ എന്താണെന്ന് വെച്ചാൽ, സൈലൻസ് നമ്മൾ ഒരു കാര്യത്തിൽ സൈലൻസ് ആയിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടി ഇയാളെന്താ സൈലൻസ്, അപ്പോൾ അയാൾക്ക് ഒരു ആത്മപരിശോധന വരും. നമ്മൾ ആർഗ്യുമെൻറ്റ്സിന് പോയി കഴിഞ്ഞാൽ ആ ഇഷ്ടം പിന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് ഞാൻ സൈലൻ്റ് ആവണം. എന്നെ കുറേ ആൾക്കാർ തെറി പറയുന്നു, ഞാൻ അങ്ങോട്ട് തെറി പറയാതെ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ കുറേ നേരം പറഞ്ഞിട്ട് അവർ പോയിക്കോളും. അപ്പോൾ സൈലൻസ് കൗണ്ട്സ് എ ലോട്ട്. സൈലൻസ് ഗീവ്സ് യു എ ലോട്ട്. സാർ, ഈ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ? അതായത് ഇഗ്നോർ ഇറ്റ് എന്നിങ്ങനെ സില്ലിയായിട്ട് നമ്മൾ ചില ആൾക്കാർ പറയില്ല. പക്ഷെ അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് അത് പറയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒരുപാട് ഇത് കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യും. അതെങ്ങനെയാണ് പറ്റുന്നത്? ഐ ഡോണ്ട് നോ. ഐ യൂസ് ടു ഡു ദിസ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയാം, അതിനെ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വേണ്ട, അത് വിട്ടേക്ക്. അത് അവർ ആ ഇഗ്നോറിന് അതിനുള്ള അവസരം ഉണ്ടാക്കി അവർ തന്നെ മിണ്ടാണ്ട് പോയിക്കോളും. നമ്മളെന്തിനാ അത്? അപ്പോൾ എത്രയോ ആൾക്കാർ ഓരോരുത്തർ പറയാന്നല്ലേ. പിന്നെ അയാൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി എനിക്കില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ അയാൾ എങ്ങനെ വിചാരിക്കും? ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. എൻ്റെ മനസ്സാക്ഷിയാണ് എൻ്റെ ഗൈഡ്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ മനസ്സാക്ഷി ഈ ഗോ ഹെഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗോ ഹെഡ്. അത് പറഞ്ഞാൽ മറ്റാൾ എന്ത് ചിന്തിക്കും അവന്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നരേന്ദ്രമോദി ഈസ് എ കമ്പാരിറ്റീവ്ലി ഗുഡ് പ്രൈം മിനിസ്റ്റർ. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കും? 100%. Not comparatively, he cannot be replaced. ഓക്കെ സാർ, അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം കുറച്ച് മുമ്പ് നമ്മൾ അമ്മയെക്കുറിച്ച് പറഞ്ഞതുപോലെ അമ്മയെക്കുറിച്ച് അറിയില്ല പലർക്കും, പല കാര്യങ്ങളും അറിയില്ല. അപ്പോൾ ഇവിടെ ഇത് ഈ പറഞ്ഞതുപോലെ എന്താണ് ആൾ ചെയ്ത പ്ലസ് എന്ന് ചോദിച്ചാലും എന്താണ് ആൾ ചെയ്ത മൈനസ് എന്ന് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സാർ അത് എങ്ങനെ പ്രതികരിക്കുന്നു? അതായത് ഹീസ് എ ഗുഡ് PM എന്ന് പറയുന്നതിൽ സാർ ഒരു 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ അത് എന്തായിരിക്കും? അദ്ദേഹം ഹീ ഈസ് എ ഗുഡ് PM എന്നേക്കാൾ ഹീ ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ.
അദ്ദേഹം സിമ്പതി വേണമെങ്കിൽ സിമ്പതി കൊടുക്കും, കരുണ വേണമെങ്കിൽ കരുണ കൊടുക്കും. പിന്നെ ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് ഫെലോ, വെരി സ്ട്രേറ്റ് ഫോർവേഡ്. പിന്നെ ഈസ് എ പവർഫുൾ മാൻ, ഈസ് എ പവർ ഹൗസ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈസ് എ പവർ ഹൗസ് എന്ന്. ആ പവർ ഹൗസിൻ്റെ കണക്ഷൻ, നമുക്ക് ഒരു കണക്ഷൻ കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. ഒരു ചെറിയ കർണാടി കിട്ടിയതേ അല്ലേ? ജസ്റ്റ് ഒരു കറണ്ട് അടി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈസ് എ പവർ ഹൗസ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ലോകത്തിലെ നമ്പർ 1 ലീഡറാണെന്നാണ്. ഇന്ത്യ ഈസ് ബ്ലെസ്ഡ് ബൈ ഹിസ് പ്രസൻസ്. അമ്മ എന്ന സംഘടന ഇത്രയും ആക്കാൻ സഹായിച്ചതിൽ വലിയൊരു പങ്ക് ദിലീപിനുണ്ട്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവൻ അതുകൊണ്ടാണത്. ഒരു കാര്യം കൂടി പറയാം അതിന് ടു ആഡ് ടു ദിസ് പോയിന്റ്. ഇപ്പോൾ അമ്മയുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 2020 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഉണ്ടാക്കി. അത് ദിലീപാണ് കോൺട്രാക്ട് ചെയ്തത്. അമ്മയും ദിലീപ് തമ്മിലുള്ള എഗ്രിമെൻറ്റിലാണ് ഇത്രയും എമൗണ്ട് ദിലീപ് അമ്മയ്ക്ക് ഫണ്ട് ചെയ്യും. അപ്പോൾ ഇവരെല്ലാം കൂടി അഭിനയിച്ചിട്ട് പടം റിലീസ് ചെയ്യും. പടം പ്രോഫിറ്റൊക്കെ അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പടം റിലീസ് ചെയ്തു. പടം റിലീസ് ചെയ്തപ്പോൾ ആ പടം പമ്പിച്ച കളക്ഷനായിപ്പോയി. അപ്പോൾ ദിലീപ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടി. അദ്ദേഹം എന്താ ചെയ്യുന്നൊരു 25 ലക്ഷം രൂപ പിന്നെയും, അപ്പാർട്ട് ഫ്രം യു ഓൾറെഡി പെയ്ഡ്, അദ്ദേഹം പിന്നെയും അത് 25 ലക്ഷം കൂടി അമ്മയ്ക്ക് കൊടുത്തു. അത് ആര് ചെയ്യും? ഇതാണ് പറയുന്നത്, നന്മകളുടെ കാര്യം പറഞ്ഞാൽ വെച്ചാൽ ദിലീപിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ പ്രോഫിറ്റൊക്കെ അയാൾക്ക് കിട്ടേണ്ടതെന്ന്. പക്ഷേ ആ പ്രോഫിറ്റിൽ നിന്ന് അയാൾ 25 ലക്ഷം രൂപ ഹി ഹസ് പെയ്ഡ് ടു അമ്മ. ഒരാളെ നമ്മളൊരു സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുന്നേ അയാളുടെ വിശദീകരണം ചോദിക്കേണ്ട കാര്യമുണ്ടെന്നാണോ ഇല്ലെന്നാണോ? തീർച്ചയായിട്ടും. അല്ല, ഞാനങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാം, എന്നാൽ കൂടിയും ഞാൻ എടുത്ത് ചോദിച്ചു എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം എന്താണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഉത്തരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് അയാളുടെ വേർഷൻ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ആക്ഷൻ? അത് മാത്രമല്ല, ആക്ഷൻ എടുക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ഒരു അംഗത്തിന് ചെയ്യേണ്ടത് സസ്പെൻഷനാണ്. യെസ്, സസ്പെൻഡ് ഹിം. നമ്മൾ ചെയ്തത് ഓൺ ദി സ്പോട്ട് ഡിസ്മിസ് ചെയ്തു. ദാറ്റ് ഇസ് എ ക്രൈം. അത് പ്രഷർ കാരണം ചെയ്തതാണ് പറയുന്നത് അല്ലേ? ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. അത് മീഡിയ പ്രഷർ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രഷർ, ഇൻസൈഡ് അമ്മാസ് ചില ആൾക്കാരുടെ പ്രഷർ നിവൃത്തിയില്ലാണ്ടായിപ്പോയി. നമുക്കറിയാം സാർ, ഇപ്പം അത് സാർ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഡ്രഗ്സിൻ്റെ ഡീൽ ചെയ്യുന്നതിൽ ഇപ്പോൾ ഫിലിമിൽ നമ്മൾ കുറേ അത് കേൾക്കുന്നുണ്ട്. ചിലർ അത് അഡിക്റ്റ് ആയിരുന്ന ആളിപ്പോൾ നല്ലതായിട്ട് തിരിച്ചു വരുന്നുണ്ട്, ഡി അഡിക്ഷന് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ദെയർ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അമ്മയുടെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അമ്മ ഇത്രയും വലിയൊരു കാര്യം ചെയ്യണുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഇത് നമുക്ക് ഡ്രഗ്സിൻ്റെ ഒരു ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അമ്മയ്ക്കകത്ത് ഈ ഒരു കമ്മിറ്റിയിൽ ഒരു അജണ്ടയായിട്ട് വെക്കാൻ പോവാണ് ഈ സംഗതികൾ. അതായത് അവരെ റിഹാബിലിറ്റേഷൻ പ്ലസ് അതിൽ നിന്നും പിന്മാറാനുള്ള അവരെ വെറുതെ കാരണം അവർ ഉപയോഗിക്കുന്നതുകൊണ്ടല്ല പറഞ്ഞത്, അവരത് കച്ചവടം നടത്തുമ്പോഴാണ് അത് ക്രൈമാവുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അതൊന്ന്. രണ്ടാമത് ഇതിൻ്റെ സോഴ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഉടക്കേണ്ടത്, കട്ട് ചെയ്യേണ്ടത്. ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ ഞാൻ നമ്മുടെ പി വിജയൻ സാറിൻ്റെ DGP അതേമാതിരി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി ഞാൻ ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ സോഴ്സ് കണ്ടുപിടിച്ച് അതിന് നമുക്ക് ഒരു ഫ്രീ ഹാൻഡ് പോലീസിന് കൊടുത്താലേ പറ്റുള്ളൂ. അതൊന്ന്. രണ്ടാമതെന്ന് വെച്ചാൽ ഇത് പണ്ടൊന്നും ഇതില്ലല്ലോ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചോ നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ചോ ഒന്നും ഇതിൻ്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വളരെ പല്ലുകൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളില്ല പിടിക്കാനായിട്ട്. കയ്യിൽ വെച്ച് ഇത്ര കയ്യിൽ വെച്ചാൽ അത്ര കയ്യിൽ വെച്ചൊക്കെ വെച്ചാൽ അപ്പോൾ ഇതിന് ജാമ്യം കിട്ടും. അപ്പോൾ ഒരു കേസിൽ പല പോലീസ് ഓഫീസേഴ്സ് പറയുന്നത് വെച്ചാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതിയിൽ നിൽക്കുമ്പോൾ ഇതിനെ പറ്റിയ സെക്ഷൻസ് ഇല്ല. അപ്പോൾ ഇവരിത് എന്താ ചെയ്യുക? സാധാരണ കേസായിട്ട് ജാമ്യം കൊടുക്കും. കഴിഞ്ഞു, പണി കഴിഞ്ഞു. സാർ, നമ്മുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ് എങ്ങനെയാണ്? ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും. സാർ, അവരെക്കുറിച്ച് പറയാനുള്ള ഒരു വേർഡെങ്കിൽ ഒരു വേർഡ്, ചിലപ്പോൾ ഒരു ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അവരോട് റിലേറ്റ് ചെയ്ത്, അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്.
നെടുമുടി വേണു. Nedumudi Venu is a wonderful actor. ഓക്കെ. ശാരദ. Oh my God, he's like my amma. ഓക്കെ. രഘുവരൻ. My God, my closest friend, I appreciate him so much. Oh, he's wonderful. രജനീകാന്ത്. My God, you're asking all these people. No? Rajinikanth is a supernatural. He's not a superstar. He's above that. He's something else. He's a spiritually awakened person. ഭരതൻ. Bharathan is so simple man. Is a good director. He's a creative director. Bharathan touch എന്ന് പറയുന്ന ഒരു ക്ലോത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ. There's a touch. Bharathan touch. രാമു കാര്യാട്ട്. സ്നേഹസമ്പന്നനാണ്. ഭയങ്കര അത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്തെല്ലാം വലിച്ചെറിഞ്ഞ് പോകുന്ന ഒരു മനുഷ്യനാണ് രാമു കാര്യാട്ട്. സ്നേഹം എന്ന ഒരു ആ ഇതുണ്ടല്ലോ, സ്നേഹസമ്പന്നൻ, സ്നേഹകുബേരനാണ് അദ്ദേഹം. ജോൺ പോൾ. വണ്ടർഫുൾ റൈറ്റർ. അതായത് ഭയങ്കരമായ ഇമാജിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റൈറ്റർ. ഹരിഹരൻ. ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. സർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഞാൻ എൻ്റെ ഒരു സിനിമ അദ്ദേഹം വെള്ളം എന്ന സിനിമ, എനിക്ക് തോന്നുന്നു പുറത്തുനിന്നൊരു സ്റ്റോറിയിൽ MT വാസുദേവൻ സാറ് ഒരേ ഒരു ഇത് ചെയ്തിട്ടുള്ളൂ. സാറിൻ്റെ പടമാണ്. അതിൻ്റെ പടമാണ്. ഓക്കെ. സുമ. She is a wonderful person to me. I become emotional when you ask about her. It's a wonderful. I can't explain her. Is the most loving person in my life. We had a very wonderful life. സുമലത. സുമലത നമ്മുടെ കൂട്ടുകാരായിട്ട് അഭിനയിച്ചു. ഞാൻ സുമലത നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആൻഡ് ഡീസൻറ്റ്, വെൽ ബിഹേവ്ഡ് ആർട്ടിസ്റ്റ്. ശ്വേത മേനൻ. ഈസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്, വെരി ഗുഡ് ഫ്രണ്ട്, നൈസ് പേഴ്സൺ. ലക്ഷ്മി. ലക്ഷ്മി ഈസ് എ വണ്ടർഫുൾ ചൈൽഡ്. കാരണം എന്നെ അറിയാവുന്ന ഒരു മോളാണ്. എന്നെ എല്ലാം കൊണ്ട് അറിയാം. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ദേഷ്യം, അതുപോലെ എൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം കറക്റ്റ്. ആൻഡ് ഷീ യൂസ് ടു അഡ്വൈസ് മീ, ഷീ യൂസ് ടു ക്രിട്ടിസൈസ് മീ. യെസ്, അതൊക്കെ എനിക്ക് വലിയൊരു ഒരു സ്വത്താണ് അതൊക്കെ. സാന്ദ്ര തോമസ്. സാന്ദ്ര തോമസ് എ വെരി പവർഫുൾ ലേഡി. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ അത്രയും ടച്ചിങ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ എൻ്റെ ഈ വെള്ളം എന്ന സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള, ഞാൻ പറയാമെന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ ഹരിഹരൻ ടീമിൻ്റെ ഏറ്റവും ദി ബെസ്റ്റ് ഫിലിം ഈസ് വെള്ളം. അവർ കുറേ പടങ്ങൾ പിടിച്ചിട്ടുണ്ട് ടീമായിട്ട്. എന്നോട് ചോദിച്ചാൽ വെള്ളം ആണ് ഈ ടീമിൻ്റെ ദി ബെസ്റ്റ് ഫിലിം. അതുമാത്രമല്ല സാർ, സാറിന് ഒരു സ്റ്റോറി വായിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ട് അങ്ങോട്ട് പോയി സംസാരിച്ച് ആ കോംബോനെ കൊണ്ടുവന്ന് ആ ഫിലിം ആക്കുക എന്ന് പറഞ്ഞാൽ അത് അന്ന് അത് സാറ് ചെയ്ത് കാണും. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അതൊരു വലിയ ഒരു, നമ്മൾ പറയത്തില്ലേ, ഹിസ്റ്ററിയിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്രയ്ക്കൊരു നല്ല കാര്യമാണ്. പിന്നെ അത് അന്ന് എനിക്ക് ഒന്നും അറിയാത്തൊരു കാലഘട്ടമുണ്ട് അത്. ഞാൻ MBA എടുത്തതിന് ശേഷമാണ് അത് ചെയ്തത്. അപ്പോൾ അന്ന് ഒരു MBA സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഡിത്തരം ചെയ്തതാണ് അത് മനസ്സിലായി. സാർ, ഇപ്പോൾ എന്തായാലും ഇപ്പം ഇലക്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ സാറിന് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും, ഇപ്പോൾ ഈ ഫിലിമിലായാലും ശരി, ഇപ്പം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിലായാലും ശരി, സാർ ഈ പറഞ്ഞതുപോലെ അമെൻമെൻറ്റ് ഓഫ് ദ റൂൾസിലായാലും ശരി, പിന്നെ ഈ പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്ത് സാറിന് ചെയ്യാനുള്ള അതും കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. All the best, sir. Thank you so much. Thanks for being here. God bless all of you.